വയനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചീൻ്റെ ഒക്കെയാണ്. അതെ 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 അതെ. ഈ മീനെ നമുക്കൊന്ന് ചിറ്റിച്ച് വെക്കണം. ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ഈ മീനിന് മൂട്ടിലാകാതിരിക്കാനും ഇതിൻ്റെ വക്കിനുള്ള എല്ലാ അരപ്പുകളൊക്കെ ഒന്നിച്ച് ചേരാൻ വേണ്ടിയാണ് ചിറ്റിക്കുന്നത്. അപ്പോൾ നമസ്കാരം. ഇന്ന് സംസാരം TV നമ്മുടെ പാചക വിദഗ്ധരെ തേടിയുള്ള യാത്ര നമ്മുടെ അന്നാമ്മച്ചിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിൽ അന്നാമ്മച്ചി നല്ല രുചികരമായ ഭക്ഷണങ്ങളുണ്ടാക്കി ഈ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. രുചികരമായ ഭക്ഷണങ്ങളല്ലേ അമ്മച്ചി? അപ്പം അന്നാമ്മച്ചിയുടെ ഒരു വയനാടൻ സ്റ്റൈലിലുള്ള എന്താ മീൻകറി. ഇപ്പോൾ ഒരു വയനാടൻ സ്റ്റൈൽ. വയനാടൻ സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ നേരത്തെ കാലത്ത് ഇങ്ങനെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ അതെ അതെ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ ഒരു പഴയ സ്റ്റൈലിലാണ്. പഴയ സ്റ്റൈൽ തന്നെ. അപ്പോൾ നമ്മുടെ അന്നാമ്മച്ചിയുടെ പഴയ സ്റ്റൈലിൽ ഒരു വയനാടൻ സ്റ്റൈലിലുള്ള മീൻകറി പറ്റിച്ചതും കേതൽ മീൻ പറ്റിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വിശദമായി പറഞ്ഞ അമ്മച്ചി എല്ലാവരും പറഞ്ഞ് പരിചയപ്പെടുത്തി കറി വെച്ച് തരും. ഞാൻ രുചി നോക്കാൻ പറ്റും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം മിസ്സായിട്ട് പറഞ്ഞു ചെയ്തു. ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ, തുടങ്ങുമല്ലേ? എന്നാൽ തുടങ്ങും. ചട്ടിയിലെ വെള്ളം നമുക്ക് പറ്റട്ടെ. പറ്റിയിട്ട് എണ്ണ ഒഴിക്കണം. വെള്ളം പറ്റി നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകുന്നു. ഈ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇടണം. കടുകിട്ട് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് ലേശം ഉലുവ ഇടണം. ഇനി നമുക്ക് ലേശം ഉലുവ ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉലുവ ഇട്ട് കഴിഞ്ഞ് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഇടുക. ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇടുക. പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട് ഇതാക്കുമ്പോൾ ഇളക്കുക. വഴറ്റി മൂത്ത് കഴിയുമ്പോൾ തീ കുറച്ച് ലേശം മൂത്തോട്ടെ. കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ട് ഇളക്കി മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പയ്യെ ചുവപ്പ് വരുമ്പോൾ വഴറ്റി ചുവപ്പ് വരുമ്പോൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുക. പിന്നെ ലേശം ഉപ്പിടുക. ഇനി ഉപ്പിടുക.
ഉപ്പിട്ട് പുളി ഇടുക. പുളി ഇടുക. പുളി ഇങ്ങനെ ഇട്ടാലും മതി, പിന്നെ നീരൊഴിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ തിളപ്പിച്ച് നീരൊഴിക്കണം, എങ്ങനെ വേണേലും ചെയ്യാം. നല്ല കുറയുള്ള പുളിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി ഇട്ടാൽ മതി, 4 കഷ്ണം ഇട്ടാൽ മതി. അതല്ലെങ്കിൽ പിന്നെ ഇത് കുറഞ്ഞതാണെങ്കിൽ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാലും മതി. ഇത് നല്ല ഉറയുള്ള പുളി ആയതുകൊണ്ട് പുളി ഇങ്ങനെ കഷ്ണത്തോലെ ഇട്ടാൽ മതി. അരപ്പ് കൂട്ടി തിളച്ച് കഴിഞ്ഞ് മീൻ ഓരോ കഷ്ണം എടുത്ത് ഇടുക. അരപ്പ് തിളയ്ക്കണം, ഇനി തിളച്ചിട്ട് ഇടണം മീൻ. നമ്മളുടെ മീനിൻ്റെ അരപ്പ് തിളച്ചു, ഇനി കഷ്ണം ഇടാൻ പോകുന്നു. കഷ്ണം ഇട്ട് നമുക്ക് തിളപ്പിക്കണം. കഷ്ണം ഇട്ടിട്ട് ഇങ്ങനെ പെറുക്കി ഇടുക. എന്നപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളയ്ക്കട്ടെ. മൂടി വെച്ച് തിളച്ച് പറ്റണം. മീനിട്ടിട്ടുണ്ട്, അപ്പോഴത്തേക്കും നമ്മുടെ കറിയാവും. ഞാനുണ്ടല്ലോ അമ്മച്ചി, ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതെയോ? അമ്മച്ചി മീൻകറി ഉണ്ടാക്കുന്ന സ്റ്റൈലിൻ്റെ പഴമയുടെ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. പഴമയുടെ രീതിയിൽ തന്നെ. മീൻ കേതലായി മാത്രമേ ഉള്ളൂ. മയം കേതലായി. പഴമയൊന്നും ഇങ്ങനെ ചട്ടിയും ഞങ്ങൾ അടുപ്പൊക്കെ അല്ലേ, നമ്മൾ വിറകൊക്കെ വെച്ച് കത്തിങ്ങനെ വിറകടുപ്പ്, ഇങ്ങനെ സ്റ്റൗ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിറകടുപ്പില് മീനും കറിയൊക്കെ വെക്കാറുണ്ട്. ഇപ്പോഴും പിന്നെ വീട്ടില് വെക്കുന്നുണ്ട്, സ്റ്റൗ ഉണ്ട്. എന്നാലും അടുപ്പ് കളഞ്ഞിട്ടില്ല. നമ്മളൊന്നും വീട്ടിൽ അടുപ്പ് കളഞ്ഞിട്ടില്ല. അടുപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി മീൻകറിയാണോ? മീൻകറി ഇഷ്ടമാണ്. എല്ലാ കറികളും വെക്കുമോ? എല്ലാ കറികളും വെക്കും. എല്ലാ കറികളും മോര് കറി, പാവയ്ക്ക, പിന്നെ മറ്റുള്ള നമ്മളെ വാഴയ്ക്ക, പല പല കറി ഉണ്ടല്ലോ, എല്ലാ കറിയും വെക്കാം. പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഈ വാഴയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതിനൊരു പ്രത്യേക പ്രാധാന്യമാണ്. ആർക്കും വേണ്ട. ഇപ്പൊ വാഴയ്ക്കൊന്നും വേണ്ട. ഇപ്പൊ എല്ലാവർക്കും മീന്, ഇറച്ചി ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മുടെ മക്കളായിട്ടിപ്പം. അതെ, നമ്മളൊക്കെ വാഴയ്ക്കയും അത് വാഴച്ചുണ്ടൊക്കെ നമുക്കൊന്ന് കറി വെക്കണം. ഞാനിടയ്ക്കൊക്കെ വാഴച്ചുണ്ട് കറി വെക്കാറുണ്ട്. അതെല്ലാവരും മക്കൾക്കെല്ലാം ഇഷ്ടമാണ്. അമ്മച്ചി ശരിക്കും വയനാട്ടുകാരി തന്നെയാണോ? ഞാൻ വയനാട്ടുകാരിയാണ്. ജനിച്ച് വളർന്ന ഒരു 2 വയസ്സായപ്പോൾ വയനാട്ടിലേക്ക് വന്നതാ. ഒരു 79 വയസ്സായപ്പോൾ എനിക്ക് 79 വയസ്സായി. ഒരു 2 വയസ്സുള്ളപ്പോൾ വയനാട്ടിലേക്ക് കയറി. വയനാട് വന്ന് ഇപ്പോൾ രണ്ടാമത്തെ സ്ഥലം, ഇപ്പം താമസിക്കുന്ന സ്ഥലം ഒരു 70 കൊല്ലായി വയനാട്. അതെ, അപ്പോൾ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിൻ്റെ ഒക്കെയാണ്. അതെ 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 വയനാട്. വയനാട്ടിലെ സ്റ്റൈലാണ് ഇപ്പം നമ്മള് കറി വെക്കുന്നത്. ഇനിയിപ്പം നമ്മളൊക്കെ ഇത് തിളച്ചു, മീൻ തിളച്ചു, നന്നായി തിളച്ചു. ഇനിയിപ്പോൾ അതൊന്ന് പറ്റണം അല്ലേ? ഇതൊന്ന് പറ്റണം. അപ്പോഴാണ് നമ്മുടെ കല്യാണത്തിന്റെ സ്റ്റൈലാകും. കല്യാണത്തിന്റെ സ്റ്റൈലാകുള്ളൂ. ശരിക്കും പഴയ കാലത്തൊക്കെ തലേ ദിവസം മീൻകറി കല്യാണങ്ങൾക്കൊക്കെ വെച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ആ പുളിയൊക്കെ പിടിക്കുമെന്ന് പറയുന്നില്ലേ? പുളി പിടിക്കണമെങ്കിൽ തലേ ദിവസം വെച്ച് വെക്കണം. കാറ്ററിംഗ് സർവീസ് ഒക്കെ ആയതുകൊണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല. ഇപ്പൊ അതെല്ലാം മാറിയില്ലേ? അപ്പൊ ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ ഇങ്ങനെ വെക്കും, ഇടയ്ക്കിടയ്ക്ക് വെക്കും. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതെ 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 അതെ. എത്ര നമ്മൾ എത്ര മോഡേൺ ആക്കി ഉണ്ടാക്കിയാലും അതെ പഴമയുടെ രുചി പഴമയുടെ പ്രത്യേകത തന്നെയാണ്. അതെന്നെ മക്കളൊക്കെ അങ്ങനെ പറയും. ആണല്ലേ? അമ്മച്ചി വെക്കാറുള്ള കറി, പഴയ കറിയൊക്കെ ഒന്ന് വെച്ച് തരാനൊക്കെ പറയും. അത് അങ്ങനെ പറഞ്ഞു കേട്ടതുകൊണ്ടല്ലേ ഞങ്ങൾ അമ്മച്ചിനെ തേടി. അതെ അതെ അത് ശരി. അപ്പൊ അമ്മച്ചി, ഈ മീൻകറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുമ്പോഴേ അമ്മച്ചിയുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടോ? ഓർമ്മകളുണ്ട് മക്കളെ. അതെന്താ ഇതുപോലത്തെ ഒരു മീൻകറി ഒന്നും അന്നേ കാലത്തില്ല. നമുക്ക് ഇതൊന്നും കണ്ടിട്ടും കൂട്ടാനൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ മീൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വരും, അതുകൊണ്ടൊന്ന് കറി വെക്കും. അതിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. അന്ന് മത്തി, അയല, ചെറിയ അയല, ഏറ്റവും വലുത് അയല. അല്ലാണ്ട് അയല കഴിഞ്ഞിട്ട് കൂടുതലുള്ള മീനൊന്നും നമുക്ക് അന്ന് അറിയില്ല, കൂട്ടിയിട്ടുമില്ല, അറിയുകയില്ല. അന്നൊന്നും ഇങ്ങനെ കാര്യങ്ങളില്ലല്ലോ. അയല തന്നെ അപൂർവം. കാന്താരി മുളക്, പിന്നെ മുളക് അരച്ചത്, ചമ്മന്തി അരച്ചതൊക്കെ അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം ചമ്മന്തി അരച്ചത് തന്നെ നമ്മൾ കൂട്ടി പോകാറുണ്ട്. വരുമ്പോഴും കിട്ടും. ഇങ്ങനെ മീൻകറിയൊന്നും അങ്ങനെ വെച്ചതായിട്ട് എനിക്കിൻ്റെ ഓർമ്മയില്ല.
ചെറുപ്പകാലത്തിലെ. അങ്ങനെ നമുക്ക് ഏതെല്ലാം മീന് പിന്നെ ഇപ്പോഴുള്ള വലിയ വലിയ മീനൊന്നും നമുക്ക് അന്ന് കിട്ടാനില്ല, കൂട്ടാറില്ല. എനിക്ക് ഓർമ്മയില്ല. അന്ന് മത്തിക്കറി വെച്ച കഥയാണ് അമ്മച്ചിക്ക്. അന്ന് മത്തിക്കറി വെച്ച കൂട്ടിയ കഥയാണ് എനിക്കുള്ളൂ. അത് മത്തി അയല ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ കറി വെക്കും, അമ്മ കറി വെച്ച് വെക്കും. നമ്മൾ വലിയ പൂതി ഉണ്ടാവുമല്ലോ. അന്ന് പട്ടിണി കാലല്ലേ, അപ്പോൾ ഒരു മീൻ കഷ്ണമൊക്കെ കിട്ടുന്നത് ഭയങ്കര കാര്യമാണ്. ഒരു മീൻ കഷ്ണം കിട്ടുന്നത് ഇന്നേ കാലം ഇങ്ങനെ ഇപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇത്ര വലിയ മീനും നല്ല മീനൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അന്നിങ്ങനെയൊന്നും കിട്ടാനില്ല. അതൊക്കെ വലിയ അപൂർവമായിട്ടെങ്ങാനും കിട്ടിയെങ്കിലും വല്ല സദ്യക്കോ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോഴേ ഇതുപോലത്തെ മീനൊക്കെ കിട്ടാറുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നല്ലോ. ഇന്നത്തെ പോലെ നമ്മൾ എല്ലാത്തിനും ഇഷ്ടാനുസരണം കിട്ടാനുള്ള വശമില്ല. അന്നൊക്കെ പട്ടിണി കാലം. ചെറുപ്പകാലത്ത് കറി വെച്ച് വെക്കും. ഇടയ്ക്കൊക്കെ ഞാൻ തൊട്ടിക്കൂട്ടും, പിന്നെ ഒരു കഷ്ണമൊക്കെ തട്ടിക്കൂട്ടാറുണ്ട്. അതൊക്കെ വലിയതായിട്ടാ ഇഷ്ടം. അമ്മച്ചിന്റെ വീട്ടിൽ എത്ര മക്കളായിരുന്നു? എൻ്റെ വീട്ടിൽ 3 മക്കൾ. എൻ്റെ അമ്മയ്ക്ക് അമ്പച്ചനും 3 പെമ്മക്കൾ. 2 പേരെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഇളയത് ഞാൻ. അങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ. പിന്നെ എൻ്റെ ചാച്ചൻ നേരത്തെ മരിച്ചുപോയി. 5 വയസ്സുള്ളപ്പോൾ എൻ്റെ ചാച്ചൻ മരിച്ചു. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ചാച്ചൻ മരിച്ചു. അച്ഛൻ മരിച്ചത്. പിന്നെ അമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മ 112 വയസ്സിലാണ് മരിച്ചത്. 112 വയസ്സ് വരെ എൻ്റെ അമ്മ ജീവിച്ചിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായിരുന്നു. കുറച്ച് കാലഘട്ടമായിരുന്നു എൻ്റെ അമ്മ മരിച്ചിട്ട്. അതുവരെ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. ആ അമ്മച്ചിയുടെ ആ കൈപുണ്യത്തിലാണ്. അപ്പം നമ്മുടെ കുടുംബമാണെങ്കിൽ വലിയൊരു തറവാട് ആയ കുടുംബമാണ്. നമ്മുടെ അമ്മയ്ക്ക് തന്നെ 6 തലമുറയുണ്ട്. എൻ്റെ അമ്മച്ചിക്ക് 6 തലമുറ മക്കളുണ്ട്. 6 തലമുറ മക്കളും വരും. ഇപ്പം എൻ്റെ കുടുംബത്തിൽ വരും. എല്ലാവരുടെയും കൂടെ തറവാടാണ് ഇപ്പം എൻ്റെ കുടുംബം. എൻ്റെ ചേട്ടൻ ഇപ്പോൾ വലിയ സന്തോഷം. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരാനുണ്ട്. നല്ല നല്ല മീൻകറികളൊക്കെ ഞാൻ തന്നെ വെക്കും. നമുക്കറിയാവുന്നവരെയൊക്കെ നമ്മൾ വെച്ച് മക്കൾക്ക് കൊടുക്കും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇറച്ചി വെച്ചാലും മീൻ വെച്ചാലൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കറിയാവുന്നവരൊക്കെ നമ്മൾ വെച്ച് വെക്കും. ഒത്തിരി ബന്ധുമിത്രാദികൾ നമ്മുടെ വീട്ടിൽ വരാനുണ്ട്. അമ്മച്ചിയുടെ കൈപ്പുണ്യൊക്കെ ഇനി മലയാളികൾക്ക് മൊത്തം സ്വന്തമായി മാറും. ഈ മീനെ നമുക്കൊന്ന് ചിറ്റിച്ച് വെക്കണം. ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ഈ മീനിന് മൂട്ടിലാകാതിരിക്കാനും ഇതിൻ്റെ വക്കിനുള്ള എല്ലാ അരപ്പുകളൊക്കെ ഒന്നിച്ച് ചേരാൻ വേണ്ടിയാണ് ചിറ്റിക്കുന്നത്. മിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ചിറ്റിച്ച് വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ചിറ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളച്ച് പറ്റണം. നമുക്ക് മീൻ വാങ്ങാറായിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വെക്കാം. മീൻ പറ്റി വെള്ളമൊക്കെ പറ്റി മീൻ പുളി ഉപ്പൊക്കെ പിടിച്ച് ഇനി ഇങ്ങനെ ഇരിക്കണം. ചിറ്റിച്ച് വാങ്ങി ഇങ്ങനെ വെക്കാം. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പറ്റും. എന്നാലും നമുക്ക് മീൻ കറി വാങ്ങി ഈ മീനിൻ്റെ റെസ്റ്റ് ഒന്ന് നോക്കാം. രസം ചോറ് ഞാൻ ഉച്ചസമയമല്ലേ തയ്യാറാക്കിയിട്ടുണ്ട്. തയ്യാറാക്കി നമുക്ക് മീനിൻ്റെ റെസ്റ്റ് നോക്കി ചോറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂട്ടി നോക്കാം. അതെ. അമ്മച്ചി കഴിച്ചു നോക്കാം. അമ്മച്ചി ഉണ്ടാക്കിയ രീതിയൊക്കെ കാണുമ്പോൾ കഴിച്ചിട്ടല്ലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടിയില്ലേ? നോക്കാം. സമയത്തുണ്ട് നല്ല കഴിച്ചു നോക്കുമ്പോൾ നമ്മുടെ കേതല് നമുക്ക് ഇങ്ങനെ കുറച്ചങ്ങ് പൊളിച്ചങ്ങ് എടുക്കാം. അതെ കേതല് പൊളിച്ച് മീനൊക്കെ കൂട്ടിയിട്ട് ചാറ് കണ്ടിത് ചാറയിലെങ്കിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മണവും ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? കഴിച്ചു നോക്കാം. കഴിച്ചു നോക്ക്. എൻ്റെ അമ്മച്ചി അസാധ്യ രുചിയാണ്. പറഞ്ഞു കേട്ടതുപോലെയും കണ്ടതുപോലെ ഒന്നുമല്ല. കഴിക്കുമ്പോൾ അതിന്റെ രുചി വേറെ വ്യത്യാസമുണ്ടല്ലേ? അടിപൊളി. ആ പുളിക്ക് കാര്യം
ഇപ്പോൾ വെച്ച് വാങ്ങിയതേ ഉള്ളെങ്കിലും ആ പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? സാധാരണ പിന്നെ സാധാരണ നമ്മൾ ഇപ്പം ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴെന്നൊക്കെ അതെ ഇത് ഇന്ന് വെച്ച് ഇപ്പം തന്നെ കൂട്ടാം. നാളത്തേക്ക് വെക്കേണ്ട കാര്യം നാളത്തേക്ക് വെക്കാൻ പറ്റുമല്ല. അതെ ഒന്ന് കഴിച്ചു നോക്ക്. അതിന് മുമ്പ് തീരുട്ടോ. ആയിക്കോട്ടെ. അപ്പം എന്തായാലും നമ്മുടെ അന്നാമ്മച്ചി നമുക്ക് വയനാടൻ സ്റ്റൈലിൽ വെച്ച് തന്നിരിക്കുന്ന കേതൽ കറി, കേതൽ പറ്റിച്ചത് അടിപൊളിയാണ്. പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അസാധ്യമായ രുചിയാണ്. അതിൻ്റെ പൊളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട്. അത് ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഭയങ്കരമാണ്. അത് കഴിച്ചു കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കണം അല്ലേ? അതെ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അമ്മച്ചീനെ അറിയിക്കുകയും ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ആയിട്ട് അമ്മച്ചീനെ അറിയിക്കണം. അപ്പോൾ അമ്മച്ചീൻ്റെ ഈ മീൻകറി പോലെ ഇനിയും നിരവധി കറികൾ അമ്മച്ചി നമുക്ക് വേണ്ടി വെച്ച് തരും. അപ്പം എല്ലാവരും വെച്ച് നോക്കാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതെ ആയിക്കോട്ടെ. ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നാ കുറ്റമുള്ളതെന്നൊക്കെ പറഞ്ഞു തരണം. കുറ്റം ആർക്കും പറയാനുണ്ടാവുകയല്ല. കുറ്റമുണ്ടേ പറഞ്ഞു തരണം. അതെ, കുറ്റമുണ്ടേ പറഞ്ഞു തരും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേക്കാം. എല്ലാവർക്കും